ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റീത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് വേസ്റ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെയുള്ള ചെടിയുടെ വള്ളിയൊക്കെയാണ്. അപ്പോൾ ഇത് ശംഖുപുഷ്പം അതുപോലെ ഈ മുല്ലയുടെ ഒക്കെ വള്ളി ഞാൻ എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ വള്ളി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു വണ്ണമുള്ള ടൈപ്പ് വള്ളി നോക്കിയെടുക്കാം. ഭയങ്കര തിന്നായിട്ടുള്ള വള്ളി എടുക്കുമ്പോൾ നമുക്ക് ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ച് നല്ലൊരു കട്ടിയുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ആ ഒരു പുറത്തൊരു കട്ടിയുള്ളൊരു വൈറ്റ് തൊലിയൊക്കെ ഉള്ള ടൈപ്പാണ്. അതുപോലെ ഒരുപാട് ഉണങ്ങിയ ഒരു വള്ളി എടുക്കരുത്. അതുപോലെ അധികം പച്ചയായിട്ടുള്ളതും എടുക്കരുത്. അതിൻ്റെ ഒരു ചെറിയൊരു ഉണക്കം വന്നിട്ടുള്ള ടൈപ്പ് വള്ളി നോക്കിയിട്ട് എടുക്കാം. ഒരുപാട് വണ്ണുള്ളതും നമ്മൾ എടുക്കരുത്. അപ്പോൾ നമുക്ക് ഏത് ചെടിയുടേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതുപോലെ കുറച്ച് അധികം ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് അതൊന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ആദ്യം കുറച്ച് ഒരു 2-3 വള്ളി എടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കി പിന്നെ കുറച്ചുകൂടെ നമ്മൾ എടുത്തിട്ട് പിന്നെ അതിനെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡ്രീം ക്യാച്ചറിനൊക്കെ ഇങ്ങനെ ആ ഒരു റൗണ്ടിന് ചുറ്റുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഒന്ന് മാക്സിമം ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ ഒരു വണ്ണം കൂട്ടുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഒരു മീഡിയം ഒരു റൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീത്തിന് എത്ര വലുപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ വണ്ണം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ ആ ഒരു വള്ളി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ റോൾ ചെയ്തിട്ട് അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ചാടി നിൽക്കുന്ന ആ ഒരു പീസൊക്കെ നമ്മളിങ്ങനെ ആ ഒരു റോൾ ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ചില പീസുകൾ ഭയങ്കര കുറച്ചൊരു ഹാർഡായിട്ടുള്ള പീസൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറാതെ ഇങ്ങനെ പുറത്തോട്ടായി നിൽക്കും. അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വള്ളിയും കൂടെ ഒന്നിങ്ങനെ ചുറ്റിയിട്ട് ആ ഒരു റിങ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് നൂലൊന്നും വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ അഴിഞ്ഞു പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒരു നൂലിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് കെട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കനട്ട് ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഷെല്ല് എടുത്തിട്ട് ഒരു സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നൈഫോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മേലുള്ള ഒരു ഇതുണ്ടാവില്ല, ഒരു ഗ്രിപ്പ് പോലുള്ള കുറച്ചൊരു നാരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ഹാമറോ അല്ലെങ്കിൽ ഒരു കല്ലൊക്കെ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി പൊട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കണ്ണിലൊക്കെ തെറിക്കാതെ നോക്കുക. പിന്നെ ഞാനൊരു ബാംബൂ സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളൊരു കമ്പ് എടുത്താലും മതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്ക്യൂവറിൻ്റെ ആ ഒരു ടിപ്പിൽ നമ്മളൊരു കുഞ്ഞു പീസ് നോക്കി ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ കോക്കനട്ട് ഷെല്ലിൻ്റെ ആ ഒരു ഇന്നർ പോർഷനിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇങ്ങനെ ആദ്യം ആ ഒരു ബാംബൂ സ്ക്യൂവറിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ ആ ഒരു 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സ്ക്യൂവറിൻ്റെ ആ ഒരു ടിപ്പ് ഒന്നിങ്ങനെ കവർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഒട്ടിക്കുക, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 3 എണ്ണം വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ ഒട്ടിക്കുന്നത് ആ ഒരു ഷെൽസിൻ്റെ ആ ഒരു ഔട്ടർ പോർഷനാണ്. ആ ഒരു നാരൊക്കെ ഉള്ള ഒരു പോർഷനില്ലേ, ആ ഒരു പോർഷനാണ് നമ്മൾ ഒട്ടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ പെറ്റൽ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒരു ചെറിയ ടൈപ്പ് നോക്കിയിട്ട് ആദ്യം ഒട്ടിക്കുക. പിന്നെ അതിന് ചുറ്റും നമ്മൾ അടുത്ത റൗണ്ടായിട്ട് ഒട്ടിക്കുന്നത് കുറച്ചൊരു വലിയ പീസ്. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഒരുപാട് നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പിലൊന്നും കിട്ടില്ല, കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതിന് നോക്കിയിട്ട് നമുക്കൊരു ഏകദേശം ഒരു നീളത്തിലുള്ള ഒരു ഷേപ്പൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ഒരു പീസിൻ്റെ കുറച്ചൊരു ഷാർപ്പായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ മേലോട്ടാകുന്ന രീതിയിൽ ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു പെറ്റലൊരു ഷേപ്പിലൊക്കെ കിട്ടും. അതുപോലെ എവിടെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ വെക്കുമ്പോഴാണ് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. നമുക്ക് ആ ഒരു ഫ്ലവറിന് എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ ആ ഒരു പെറ്റൽസിൻ്റെ എണ്ണം അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 3 എണ്ണം ഒരു കുഞ്ഞി, പിന്നെ ഒരു 4-5 എണ്ണം അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുറ്റും ഒരു 6-7 പീസ് ഒട്ടിച്ച് അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്യൂവർ ഇങ്ങനെ ഒന്ന് ഊരിയെടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് സ്ക്യൂവർ അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഇങ്ങനെ മേലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3 ഫ്ലവർ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് അടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിന് വേണ്ട വേറെ ഡെക്കറേഷൻസൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വേസ്റ്റാക്കി കളയുന്ന അലൂമിനിയം ഫോയിലിൻ്റെ ആ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഭക്ഷണമൊക്കെ പാർസൽ വാങ്ങിക്കൊണ്ടുവരുമ്പോഴുള്ള ആ ഒരു കവറിങ് ആണ്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനൊരു ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അകത്തോട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു കുഞ്ഞു ബോളിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഒരു സിൽവറിൻ്റെ ഒരു കളർ കമ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗോൾഡൻ്റെ സിൽവറിൻ്റെ കമ്പിയില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പിയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ ബോളില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അത് ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ആക്കിയിട്ടും അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമ്പില്ലേ, ഒരു കുഞ്ഞു കമ്പിയില്ലേ, ആ കമ്പി ഇങ്ങനെ ജസ്റ്റ് വെക്കുന്ന സമയത്ത് അതിങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു കമ്പി ജസ്റ്റ് ഇങ്ങനെ ഒരു ഈ അലുമിനിയം ഫോയിലിൻ്റെ ഒരു ബോളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗം അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ എല്ലാ ബോൾസും അതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് ഫ്ലവറിൻ്റെ ഒരു ബഡ്സ് പോലെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 2-3 ബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബണ്ടിൽ പോലെ ആക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 3 എണ്ണം ഒരു 4 എണ്ണം ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ, ഒരു കമ്പി താഴെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ടൈറ്റായിട്ട് കിട്ടിക്കോളും. നമ്മൾ നൂലിട്ട് കെട്ടേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റീത്തിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സും ബഡ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് വഴിയിലുള്ള ഒരു പുല്ലാണ്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാൻ പറ്റും, വഴിയിലും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് പുല്ലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലവർ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു ഫ്ലവറിൽ മുഴുവനായിട്ട് ഇങ്ങനെ കുറേ ഒരു കുഞ്ഞു കുഞ്ഞു ഗ്രെയിൻസ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഉണങ്ങി കഴിയുന്ന സമയത്ത് അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ ആ ഒരു പച്ചയിൽ തന്നെ ഇങ്ങനെ കുറേ തട്ടി നോക്കിയിട്ട് അത് കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല. അതിൻ്റെ മേലുള്ള ഒരു കുഞ്ഞൊരു ഫ്ലവർ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളർ. അപ്പോൾ അത് മാത്രമാണ് അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ കുറേ തട്ടി നോക്കി അത് കൊഴിഞ്ഞു പോകുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ക്രാഫ്റ്റിനൊക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉണങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു കളറൊക്കെ പോയിട്ടുണ്ട്, ഒരു ഗ്രീൻ കളറൊന്നും അത്രയില്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു പെയിൻറ്റിൻ്റെ അകത്ത് കുറച്ചൊരു ഇങ്ങനെ 1-2 ഡ്രോപ്പ് ഇങ്ങനെ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ സ്റ്റെമ്മെല്ലാം കൂടെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്തിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും. അപ്പം ഞാൻ എല്ലാം ഇത് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് പെയിൻറ്റ് അടിച്ചാണല്ലോ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് സമയം ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കണ്ടല്ലോ, ഒരുപാട് കളേഴ്സിലൊക്കെ ഉള്ള. അപ്പോൾ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ആപ്കൊലൈറ്റിൻ്റെ ഒരു സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 120 റുപ്പീസാണ് റേറ്റ്. അങ്ങനെ നമ്മൾ കോക്കനട്ടിൻ്റെ ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറോടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പെയിൻറ്റ് അടിക്കാൻ വെച്ചിട്ടുള്ളത് വേറൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഒരുമിച്ച് അത് പെയിൻറ്റ് അടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് റീത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബഡ്സും ഫ്ലവേഴ്സും അതുപോലെ ലീവ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിന് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഇതിങ്ങനെ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ലല്ലോ, ഇങ്ങനെ ഒരു കുറച്ചിങ്ങനെ ആ വള്ളി ഉള്ളതല്ലേ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അതിങ്ങനെ ടച്ച് ആവാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ആ ഒരു 3 ഫ്ലവേഴ്സും ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഷെല്ലിൻ്റെ ആ ഒരു ഫ്ലവർ റെഡ് കളർ പെയിൻറ്റൊക്കെ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടാൽ ആരും പറയില്ല കോക്കനട്ട് ഷെല്ലിൻ്റെ ഫ്ലവറാണ്, അത്രയും ഭംഗിയുണ്ട് കാണാൻ.
ഇപ്പം നമ്മൾ ആ ഒരു 3 ഫ്ലവറും ഇങ്ങനെ ആ ഒരു റീത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒഴിവാക്കിയിട്ടുള്ള 1-2 ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മുമ്പ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെതൊക്കെ. അപ്പോൾ അതിങ്ങനെ ഒരു 1-2 എണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു നാടൻ പുല്ലിലുള്ള ഒരു പൂക്കളൊക്കെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെമ്മ് കുറച്ചിങ്ങനെ നീളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഓരോ ബഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഒരു റീത്തിൻ്റെ 2 സൈഡിലോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ഓരോരോ പീസായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ചുറ്റും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു ഭംഗി തോന്നുന്നു വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബഡ്സും കൂടെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ താഴെയായിട്ട്, പിന്നെ അതുപോലെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബഡ്സിൻ്റെ ഒരു 4-5 ബണ്ടിൽ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റീത്തിന് വേണമെങ്കിൽ ബ്രൗണോ അല്ലെങ്കിൽ ഗ്രീനൊക്കെ വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് പെയിൻറ്റൊന്നും അടിച്ചു കൊടുക്കുന്നില്ല, ആ ഒരു നാച്ചുറൽ കളറിൽ തന്നെയാണ് ഞാനിവിടെ വെക്കുന്നത്. പിന്നെ ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു നടുക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഗോൾഡൻ കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനതിങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നടുക്ക് മാത്രം ഇങ്ങനെ ആ ഒരു ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ആ ഒരു ക്രിസ്മസ് ഡെക്കറേഷനിലുള്ള ഒരു പോയിൻസെഷ്യ ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ബീഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർണിഷ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു കോക്കനട്ട് ഷെല്ലാണെങ്കിൽ നമ്മൾ വേസ്റ്റായി കളയുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഒരു അലൂമിനിയം ഫോയിൽ ഞാനിവിടെ ഒഴിവാക്കിയിട്ടുള്ളത് ഇങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലൊരു ആർട്ടിഫിഷ്യൽ ആ ഒരു ലീവ്സ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ലീവ്സോ ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അതുപോലെ ഒരു റീത്തിൻ്റെ ചുറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ ഒരു സൈഡിൽ മാത്രമാണ്. പ്രത്യേകിച്ച് ഈ വേരൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ടുള്ള റീത്തിനൊക്കെ ഒരു സൈഡിൽ മാത്രമാണ് ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്രിസ്മസ് റീത്ത് ചെയ്യുമോ, ക്രിസ്മസ് വാൾ ഹാങ്ങിങ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ വേറൊരു ക്രിസ്മസ് റീത്തും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്നോ മാസൺ ജാർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ ആണ്. പിന്നെ മൺഡേ ഒരു കുട്ടി ക്രാഫ്റ്റായിട്ട് ചിലപ്പം വരും. അപ്പോൾ എല്ലാ സമയത്തും ഇല്ല, പറ്റുന്ന സമയത്തൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.